നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുമ്പം നാം പ്രാർത്ഥനയോടായിരുന്നാൽ ദൈവം നമ്മളോടൊക്കെ സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, 1 തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും നന്മകൾ കിട്ടുമ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും ചുറ്റും നോക്കുമ്പോൾ എല്ലാം സമാധാനമായിട്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് സ്തുതിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അത് ഭയങ്കര ഈസിയാണ്. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും, സുഖത്തിലിരിക്കുമ്പോൾ മാത്രമല്ല ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും അല്ലെങ്കിൽ നിന്ദകളൊക്കെ ഏറി വരുമ്പോഴും പഴികളും ദുഷികളും ഒക്കെ കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുക്കുന്നു അത്രയും അധികം പ്രയാസങ്ങളും അത്രയും അധികം നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കൂടി വരും. അതൊക്കെ ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും എല്ലാറ്റിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ, സ്തോത്രം ചെയ്യുന്ന ഒരു കൂട്ടമായിരിക്കുവാൻ ദൈവം നമ്മളൊക്കെ സഹായിക്കട്ടെ. കാരണം അങ്ങനെ സ്തുതിക്കുന്നവരുടെ മുൻപിൽ പല ചങ്ങലകൾ അഴിഞ്ഞു വീണതും അങ്ങനെ സ്തുതിക്കുന്നവരുടെ മുൻപിൽ പല വൻമതിലുകളൊക്കെ സമഭൂമിയായിട്ടൊക്കെ മാറിയതും, അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഒരു ചെറിയ കൂട്ടമെങ്കിലും വലിയ കഴിവോ വലിയ മിടുക്കോ ഒന്നും ഇല്ലാത്തൊരു കൂട്ടമാണ്, ഏറ്റവും ബലഹീനമായ ഒരു കൂട്ടമെങ്കിലും നമുക്ക് തന്ന ഒരു അധികാരമുണ്ട്, അത് നമ്മുടെ നാവിന്മേല ആ അധികാരത്തെയൊക്കെ യൂസ് ചെയ്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയും വൻ കാര്യങ്ങളെ ചെയ്യും. ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ സ്തുതിച്ചുകൊണ്ടും ദൈവം ചെയ്ത നന്മകളെയൊക്കെ ഓർത്തൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ദൈവം തന്ന ഒരു ചെറിയൊരു തോട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് പ്രാർത്ഥിച്ച് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉത്തമഗീതത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, സോങ്സ് ഓഫ് സോളമൻ ചാപ്റ്റർ 2 വേഴ്സ് 4, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഒന്നും നമ്മളങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും ഒന്നും ചെയ്യാത്തൊരു പോർഷനാണ് ഉത്തമഗീതത്തിൻ്റെ ആ ഒരു പോർഷൻ. പലപ്പോഴും നമ്മളൊക്കെ വായിച്ച് എളുപ്പം വിട്ട് അങ്ങ് പോകുന്ന ഒരു പോർഷനാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്തി എനിക്ക് ഒത്തിരി സന്തോഷം തന്ന ഒരു വാക്യമാണ് ഇന്നിവിടെ വായിച്ചത്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ആ ഭാഗമൊക്കെ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് ഒത്തിരി നല്ലതായിട്ട് അറിയാം. ഒരു ശൂലേമിയെക്കുറിച്ച് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ആട്ടിൻകൂട്ടങ്ങളെയൊക്കെ മേയ്ക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീ. ആ വാക്യം വായിക്കുമ്പം അതിനകത്ത് കാണുന്നത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വിട്ട്, അവരുടെ ഹിസ്റ്ററി വിട്ട്, അവരായിരുന്ന സിറ്റുവേഷൻ, അവരായിരുന്ന ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് വിട്ടിട്ട് അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. ആ ഇൻവിറ്റേഷനാണ് വീഞ്ഞു വീട്ടിലേക്കുള്ളൊരു ഇൻവിറ്റേഷൻ. ആ വീഞ്ഞു വീടെന്ന് പറയുന്നത് ഒത്തിരി ഇൻ്റർപ്രിറ്റേഷൻ അതിനെക്കുറിച്ചൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇൻ്റർപ്രിറ്റേഷൻ അതിനകത്ത് വരുന്ന ഒരു വലിയ വിരുന്നിന് ആ സ്ത്രീ ആരോ ഇൻവൈറ്റ് ചെയ്തു എന്ന് കാണാൻ പറ്റും. അത് പിന്നീടൊക്കെ വായിച്ചു വരുമ്പം അതൊരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു ബാങ്ക്വറ്റ്, ഒരു വലിയൊരു സെലിബ്രേഷനായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. അത് സാധാരണ ഒരു ബാങ്ക്വറ്റ് അല്ല, അതൊരു റോയൽ ബാങ്ക്വറ്റ്, ഒരു റോയൽ സെലിബ്രേഷനാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാ, അവർക്ക് ഒരു രീതിയിൽ നോക്കിയാലും ആ ഒരു റോയൽറ്റിയിലോട്ട് കാല് വെക്കുവാനുള്ള കഴിവോ അതിനുള്ള യോഗ്യതയോ അതിനുള്ള ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ ഒന്നും ഇല്ലാത്തൊരു സ്ത്രീ. എന്നാൽ അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. ആ ഇൻവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർ കയറി ചെല്ലുന്നത് ഒരു റോയൽറ്റിയിലേക്കാണ്. ആ റോയൽറ്റിയിലോട്ട് കയറി ചെന്നപ്പം ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വാക്കാണ് നമ്മളിവിടെ വായിച്ചത്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുചെന്നു, എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അതിനെ കാണുന്നത് ഇങ്ങനെയാണ്. ഞാൻ പിന്നെയും എടുത്തു പറയട്ടെ, ഞാൻ വലിയൊരു പ്രാസംഗികയൊന്നുമല്ല, എനിക്കങ്ങനെ വചനത്തിൻ്റെ ആഴങ്ങളൊന്നും ഒത്തിരിയൊന്നും അറിയത്തില്ലെങ്കിലും എന്നെ വചനം ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യുന്നത്. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ സ്ത്രീക്ക് ആ ഒരു പദവിയിലേക്ക് കയറി ചെല്ലുവാൻ ഒരു യോഗ്യതയുമില്ല. അവരായിരുന്ന സോഷ്യൽ സ്റ്റേറ്റസ് വെച്ച് നോക്കുമ്പം അവർക്ക് ആ റോയൽറ്റിയിലോട്ട് കടക്കുവാൻ ഒരു യോഗ്യതയില്ലാത്തൊരു സ്ത്രീ, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതിലോട്ട് കയറി ചെല്ലുവാൻ ഒരു യോഗ്യതയില്ല. എന്നാൽ അവർക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ അവിടെ കിട്ടി. ആ ഇൻവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർ കയറി ചെന്നത് അവർക്ക് ചെന്നെത്താൻ കഴിയാത്ത ഇടത്താണ്. അവിടെ ചെന്നപ്പം അവർ ചുറ്റും നോക്കി, ലോകപ്രകാരമൊക്കെ നമുക്ക് എത്താൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചുറ്റും നോക്കും. പലതും കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടൊക്കെ നിന്നു പോകും, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ നിന്നു പോകും. എന്നാൽ ആ സ്ത്രീ ആ സിറ്റുവേഷൻ, ഒരു പുതിയ സിറ്റുവേഷനിൽ ചെന്ന് നിന്നപ്പോഴും അവർ ചുറ്റും
ചുറ്റുമുള്ളതൊക്കെ ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഇല്യൂമിനേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി അവരവിടെ നിന്നുപോയില്ല. അവർ ചുറ്റുമുള്ള നന്മകളെ ഒന്നും നോക്കി നിന്നുപോയില്ല. വാക്യം ഇങ്ങനെ പറയുന്നു, അവൾ കണ്ണുയർത്തി നോക്കി, അവിടെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമെന്ന് അവൾ കണ്ടു. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ, അവളായിരുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്തോട്ട് അവളെ കയറ്റി കൊണ്ടുവന്നപ്പം അവൾ ബാക്കിയൊന്നും നോക്കി, ബാക്കിയൊന്നിലും അവിടെ ശ്രദ്ധ പോകാതെ അവൾ നോക്കി ഒറ്റ ഒരു കാര്യം, എനിക്കിവിടെ വരുവാനുള്ള യോഗ്യത എൻ്റെ മീതെ പിടിച്ചിരിക്കുന്ന കൊടിയാണ്. ആ കൊടിയുടെ പ്രത്യേകത അത് സ്നേഹമായിരുന്നു. എന്തോ ആ വാക്യത്തിൻ്റെ അർത്ഥമെന്നറിയാമോ? അതറിയണം, ഈ കൊടി എന്തുവാണെന്ന് മനസ്സിലാകണം. ഈ പഴയ കാലങ്ങളിലൊക്കെ യുദ്ധത്തിന് പോകുമ്പം ഓരോ ആർമീസ് അവരവരുടെ യുദ്ധത്തിന് പോകുമ്പോൾ അവരെ റീപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫ്ലാഗ് അവരുടെ കയ്യിലുണ്ടാകും. അവർ ഏത് കൺട്രിയെ റീപ്രസെൻറ്റ് ചെയ്യുന്നു, ഏത് നേഷനെ അവർ റീപ്രസെൻറ്റ് ചെയ്തു, അല്ലെ ഏതൊരു ട്രൂപ്പിനെ അവർ റീപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് അവരുടെ കൊടി കണ്ടാൽ മനസ്സിലാകും, അവരുടെ ഫ്ലാഗ് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ അവരുടെ കൊടിയായിരിക്കും അവരുടെ റീപ്രസെൻറ്റേഷൻ. ആ കൊടിയാണ് അവരുടെ ഐഡൻറ്റിറ്റി. നമ്മളിപ്പോൾ വേറൊരു രാജ്യത്തിലോട്ടൊക്കെ പോകുമ്പം നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നു എന്നൊന്നും ആരും ചോദിക്കത്തില്ല. ആദ്യം ചോദിക്കുന്നത് ഏത് കൺട്രിയിൽ നിന്ന് വന്നു, അതാ നമ്മുടെ റീപ്രസെൻറ്റേഷൻ, അല്ലയോ? നമ്മുടെ ഐഡൻറ്റിറ്റി പുറത്തൊരു രാജ്യത്തിൽ പോകുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ ആണ് എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി. നമ്മുടെ ഫ്ലാഗ് ആണ് അവിടെ നമ്മുടെ റീപ്രസെൻറ്റേഷനും നമ്മുടെ ഐഡൻറ്റിറ്റിയും. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ യുദ്ധത്തിന് പോകുന്ന ഓരോ കൂട്ടർക്കും ഒരു ഫ്ലാഗ് ഉണ്ട്. ആ ഫ്ലാഗിൻ്റെ പ്രത്യേകത, ആ ഫ്ലാഗ് ആണ് അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ റീപ്രസെൻറ്റേഷൻ. അത് മാത്രമല്ല, ഒരു യുദ്ധത്തിന് പോകുമ്പം ഈ വലിയ യുദ്ധമാണ്, വലിയ ഗ്രൗണ്ട് അല്ലെ, ഭയങ്കര ഒത്തിരി ദൂരം വരെ പരന്നു കിടക്കുന്ന ഒരു ആർമി ആയിരിക്കും. അപ്പം ഈ മുഴുവൻ ജനത്തെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ജനറൽ കാണും, ഒരു കമാൻഡർ കാണും. ആ കമാൻഡറിന് ഇവർക്ക് കൊടുക്കേണ്ട ഡയറക്ഷൻ ഒന്നും അത്രയും തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ കൊടുക്കാനൊക്കത്തില്ലെങ്കിൽ അവർ ഈ ഫ്ലാഗിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും ഈ ആർമിയെ മുഴുവനും ഗൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഫ്ലാഗ് ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു അതനുസരിച്ച് അവർക്കറിയാം അടുത്ത സ്റ്റെപ്പ് യുദ്ധത്തിനകത്ത് ഇവരെന്ത് വെക്കണം, ഏത് സ്റ്റെപ്പ് ഇവരെടുക്കണം എന്നുള്ളത് ആ കൊടി നോക്കിയ ആ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന സോൾജേഴ്സിനൊക്കെ മനസ്സിലാകും. അത് മാത്രമല്ല, ഒരു യുദ്ധത്തിൽ അവർ ജയിക്കുമ്പോൾ അവരുടെ കൊടി എപ്പോഴും ഉയർന്നിരിക്കും. യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടാൽ അവരുടെ കൊടി അവരേറ്റവും ആദ്യം താത്തിടും. എന്ന് വെച്ചാൽ എത്ര ദൂരെ നിന്ന് നോക്കിയാലും ആ കൊടി ഇവരെ റീപ്രസെൻറ്റ് ചെയ്യും, അവരുടെ ഭാവി നിശ്ചയിക്കും, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. ആ കൊടിയാണ് ആ യുദ്ധത്തിന് പോകുന്ന ജനത്തിനൊരു പ്രത്യാശ. ആ കൊടി ഉയർന്നിരിക്കുന്ന അത്രയും നേരം അവർക്കറിയാം ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് മോശ പുറപ്പാടിൻ്റെ പുസ്തകത്തിനകത്ത്, എനിക്ക് തോന്നുന്നു 17-ാമത്തെ അധ്യായത്തിനകത്താണ്, മോശയും ഇസ്രായേൽ മക്കളും ഒക്കെ ഒരു യുദ്ധത്തിന് പോയി. മോശയുടെ കൈ ഉയർന്നിരുന്ന സമയത്തൊക്കെ ഇസ്രായേൽ ആ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കൈ താഴുമ്പം ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട് തുടങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഒടുവിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ മോശ പറയുന്ന ഒരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പുറപ്പാടിൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. എന്താ ആ വാക്യത്തിൻ്റെ അർത്ഥമെന്നറിയാമോ? ഈ യുദ്ധത്തിനകത്ത് ജയിച്ചു വന്ന മോശയ്ക്ക് അറിയാം, ഇത് ഞങ്ങളുടെ ബലത്തിലല്ല ഞങ്ങൾ ജയിച്ചത്, ഇതിനകത്ത് ജയിച്ചത് എൻ്റെ കൈ ഉയർന്നിരുന്നത് കൊണ്ടൊന്നും അല്ല ജയിച്ചത്. മോശ പറയുക, ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളുടെ മീതെ പിടിച്ചിരുന്ന ഒരു കൊടിയുണ്ട്, ആ കൊടി ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരുന്നത് കൊണ്ട് യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചു. മോശ പറയുക, യഹോവയാണ് ഞങ്ങളുടെ കൊടി, യഹോവ നിസ്സി, അവൻ ഞങ്ങൾക്ക് ജയത്തിൻ്റെ ഒരു കൊടിയായി തീർന്നു. അപ്പം മോശ പറയുന്ന കാര്യം, ആ യുദ്ധത്തിൽ ജയിക്കുവാനുള്ള കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ മുൻപിൽ പിടിച്ചിരുന്ന ഒരു കൊടിയുണ്ട്, അത് എൻ്റെ കൈയുടെ ബലത്തിലോ യുദ്ധം ചെയ്യുന്ന ജനത്തിൻ്റെ ബലത്തിലോ ഒന്നുമല്ല യുദ്ധം ഞങ്ങൾ ജയിച്ച് നേടിയത്. എന്നാൽ ഞങ്ങളുടെ മീതെ പിടിച്ചിരുന്ന കൊടി അത് ഉയർന്നിരുന്നത് കൊണ്ട്, ആ കൊടി യഹോവയായ ദൈവം തന്നെ ആയതുകൊണ്ടും ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു. അപ്പം മനസ്സിലായ കൊടിയുടെ പ്രത്യേകത എന്തുവാ? അത് നമ്മുടെ റീപ്രസെൻറ്റേഷൻ. നമ്മളെ റീപ്രസെൻറ്റ് ചെയ്യുന്നത് കൊടിയാണ്, അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ആ കൊടിയാണ് അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണമെന്ന് കാണിച്ചു തരുന്നത്. ആ കൊടി കാണുമ്പോഴാണ് നമുക്കൊരു പ്രത്യാശ, ഒരു ധൈര്യം, മുൻപോട്ട് കാല് വെക്കുവാൻ ഇനിയും സമയമുണ്ട് എന്നൊക്കെ നമുക്കൊരു ധൈര്യം തരുന്നത് ആ കൊടിയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ആ ഉത്തമഗീതത്തിലോട്ടൊന്ന് വന്നേ. ആ സ്ത്രീ പറയുന്ന വാക്യം ഇനി ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ആ സ്ത്രീ ഇങ്ങനെ പറയുന്നു, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുചെന്നു, എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു.
എന്ന് വെച്ചാൽ ആ സ്ത്രീ ഒത്തിരി ധൈര്യത്തോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആ വീഞ്ഞു വീട്ടിലോട്ട് ചെന്നപ്പം, ആ റോയൽറ്റിയിലോട്ട് ചെന്നപ്പം എനിക്കറിയാം എനിക്ക് ഇതിനകത്ത് കയറി ചെല്ലുവാനുള്ള യോഗ്യതയില്ല, ഇതിനകത്ത് കാല് വെക്കുവാനുള്ള അർഹതയൊന്നും എനിക്കില്ല. എന്നാൽ ഇതിനകത്ത് വരുവാനും ഇവിടെ എന്നെ റീപ്രസെൻറ്റ് ചെയ്യുന്നതും ഇവിടെ എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് തീർന്നതും വേറൊന്നുമല്ല, എൻ്റെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹമാണ്. ആ സ്നേഹബന്ധത്തിലാണ് എനിക്കിന്ന് ഇവിടെ വരുവാൻ ദൈവം ഇടയാക്കിയത് എന്നാൽ സ്ത്രീ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. ആ സ്ത്രീ പറയുവാണ്, എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി അത് സ്നേഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കിയേ, ആ സ്ത്രീ അവിടെ നിൽക്കുമ്പം അവർക്കറിയാം, ഇന്ന് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നു, അതല്ല ഇന്ന് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാൻ ഈ കൊട്ടാരത്തിനകത്തിരിക്കുമ്പം എൻ്റെ ഐഡൻറ്റിറ്റി എന്നെ സ്നേഹിച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി നിമിത്തം ഈ ഒരു സിറ്റുവേഷനിലോട്ട് ഇത്രയും മഹത്വമായ ഒരു പദവിയിലേക്ക് വരുവാൻ എനിക്കിടയായി. അതെനിക്കൊരു എൻട്രി ആയി, അതെൻ്റെ ഐഡൻറ്റിറ്റി ആയി. ആ സ്ത്രീ പറയുന്നു, ഇനി എനിക്ക് നാളത്തെക്കുറിച്ച് പേടിക്കേണ്ട, കാരണം എൻ്റെ മീതെ പിടിച്ചിരിക്കുന്ന ഒരു കൊടിയുണ്ട്, അതെനിക്കൊരു ഉറപ്പാണ്, ഒരു ധൈര്യമാണ്, ഒരു പ്രത്യാശയാണ്. എൻ്റെ നാളെക്കുറിച്ചെല്ലാം എനിക്ക് വേണ്ടി കരുതുവാൻ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എനിക്ക് വേണ്ടിയുണ്ട്. അത്രയും സ്നേഹത്തോടുകൂടെ അവൾ പറയുന്ന വാക്യമാണ്, എൻ്റെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായിരുന്നു. അങ്ങനെയാണെങ്കിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്, നമുക്കൊന്ന് നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതി, യെശയ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവൻ്റെ വിശ്രമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. നോക്കിയാൽ നമ്മളൊക്കെ ജാതികളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ എണ്ണപ്പെട്ടു, അല്ലയോ? നമുക്കൊന്നും പറയുവാൻ, വലിയ പുകഴുവാനൊന്നും നമുക്കൊന്നും ഒരു യോഗ്യതയുമില്ല. എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെയൊക്കെ ഈശായി വേരായവൻ ക്രിസ്തു എന്ന നാമത്തിൽ, ക്രിസ്തു നമ്മുടെ കൊടിയായതുകൊണ്ട്, നമ്മുടെ മീതെയും പിടിച്ച കൊടി ക്രിസ്തുവിൻ്റെ സ്നേഹമായതുകൊണ്ട്, ആ സ്നേഹത്തിൻ്റെ ബലത്തിൽ നമുക്കും പല അനുഗ്രഹങ്ങൾ, എഫെസ്യ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്, അനുഗ്രഹിക്കുമെന്നൊന്നും അല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്. അപ്പം നോക്കിയേ, നമുക്കൊന്നും ഒരു യോഗ്യതയില്ലാത്ത ഇടത്ത്, ചെന്നെത്താൻ പറ്റാത്ത, അർഹതയില്ലാത്ത സ്ഥാനത്തൊക്കെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം, നമ്മുടെ മീതെ പിടിച്ചിരുന്ന കൊടി ക്രിസ്തുവിൻ്റെ സ്നേഹമായത് നിമിത്തം നമുക്കും ചില ഇടങ്ങളിലൊക്കെ എത്തിച്ചേരുവാൻ, ഭൗതികമായിട്ടൊന്നും എത്തിയില്ലെങ്കിലും ആത്മീകമായിട്ട് ദൈവത്തോട് ഇച്ചിരൂടെ ഒന്ന് അടുക്കുവാൻ, ആത്മീകമായിട്ട് ചില ഇടങ്ങളിലൊക്കെ കയറി നിൽക്കുവാൻ ദൈവം നമുക്കൊരു അധികാരം തന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ, എന്നെക്കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമൊക്കെ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ദൈവത്തോട് പറയാറുണ്ട്, എന്നെക്കാട്ടിലൊക്കെ എത്രയോ അധികം യോഗ്യതയുള്ള, കഴിവുള്ള, മിടുക്കുള്ള, മനുഷ്യരുടെ മുന്നേ ഒക്കെ പോയാൽ സംസാരിക്കുവാനൊക്കെ കഴിവുള്ള എത്രയോ അധികം പേര് ചുറ്റിനുമുണ്ട്. എന്നാൽ പലരെയും മാറ്റി നിർത്തി ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെയൊക്കെ തിരഞ്ഞെടുത്തു ദൈവം. ചില ഇടങ്ങളിലൊക്കെ എന്നെയും കൊണ്ടിരുത്തിയതൊക്കെ ഓർക്കുമ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ഇല്ലയോ? ബലമുള്ളതിനൊക്കെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത്. നമ്മളൊക്കെ നമ്മുടെ ലൈഫ് ഒന്ന് നോക്കിയാൽ വലിയ ക്വാളിറ്റി ഒന്നും പറയുവാനില്ല, അല്ലയോ? വലിയ മിടുക്കോ വലിയ സാമർഥ്യമോ ഒന്നും പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. എന്നാൽ ഇന്നും നമ്മുടെ ഹിസ്റ്ററി മാറ്റി എഴുതി, നമ്മൾ വന്ന ഇടമൊക്കെ മാറ്റി, ജാതികൾ എന്ന ലേബലൊക്കെ മാറ്റി, ദൈവത്തിൻ്റെ രാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ കൂടെ തന്നെ കൂട്ടവകാശികളൊക്കെ ആക്കി ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ. നമ്മുടെ മീതെ പിടിച്ചിരുന്ന കൊടി അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാകിയാൽ ഇന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചിലയിടങ്ങളിലൊക്കെ എത്താൻ പറ്റാത്ത സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ കരം പിടിച്ചുയർത്തി. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് അതിൻ്റെ ആഴമൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിയാമോ? കാരണം നമ്മളോടൊക്കെ കുഞ്ഞു തൊട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഒത്തിരി അധികം ഈ ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി അയച്ചു. ഇനിയും ക്രിസ്തു പിന്നെയും മടങ്ങി വരും. എന്തിനാ? തൻ്റെ മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ ഇനിയും മടങ്ങി വരും എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പം പലപ്പോഴും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ നമ്മളങ്ങ് ജനറലൈസ് ചെയ്തു. നമ്മളങ്ങ് പറഞ്ഞു ക്രിസ്തു സഭയെ സ്നേഹിച്ചു, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്തു പോയതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആ സ്നേഹത്തിൻ്റെ ആഴം അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് സന്ധ്യാസമയം നിങ്ങളെ ഓരോരുത്തരും
ഓരോരുത്തരെയും നോക്കി ഞാൻ പറയട്ടെ, ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനെ നോക്കി ഇങ്ങനെ പറയണം, ക്രിസ്തു എന്നെ സ്നേഹിച്ചു, എന്നെ തിരഞ്ഞെടുത്തു. ഒരു യോഗ്യതയുമില്ലാത്ത ഇടങ്ങളിൽ എന്നെ മാത്രം നോക്കിയാ ഈ ലോകത്തിൽ വന്നത്. എനിക്ക് വേണ്ടി മാത്രമാണ് ആ ക്രൂശിൽ കയറിയത്. എന്നെ ഇത്രയും അധികം സ്നേഹിച്ച ക്രിസ്തു എനിക്ക് വേണ്ടി പിന്നെയും ആ വീടൊക്കെ പിന്നെയും എന്നെ ചേർക്കുവാനായി പിന്നെയും മധ്യാകാശത്തിൽ വരും. ആ ക്രിസ്തു എന്നെയും കൊണ്ടുപോകുവാൻ തൻ്റെ മണവാട്ടിയായിട്ട് എന്നെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പം നമുക്കും ഈ ശൂലേമിയെ പോലെ പറയാൻ പറ്റും, എൻ്റെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹമാണ്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ലോകപ്രകാരം മാത്രം നമ്മൾ കാണുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ ആരും സാധാരണ വ്യക്തികളല്ല. നമ്മളെയൊക്കെ സ്നേഹിച്ച സ്നേഹം അസാധാരണമായതുകൊണ്ട് നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊക്കെ ദൈവം പല പൊസിഷൻസ് തന്നിട്ടുണ്ട്. ലോകത്തിന് മുൻപിൽ പറയാൻ വലിയ ഗുണമൊന്നുമില്ല എങ്കിലും ദൈവം ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മളെ നോക്കുമ്പം നമുക്കും ചില പദവികളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ആരും സാധാരണക്കാരല്ല. നമ്മുടെ മിടുക്കും കൊണ്ടല്ല, നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ആ സ്ത്രീ അവിടെ കൊട്ടാരത്തിനകത്ത് ചെന്നപ്പോഴും ഒത്തിരി അനുഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള നന്മകൾക്കകത്ത് ചെന്നപ്പോഴും ആ സ്ത്രീ അവിടെ കണ്ണു ചുറ്റിനുമുള്ള നന്മകളിലേക്കൊന്നും പോയില്ല. അവൾ കണ്ണുയർത്തിയാണ് നോക്കിയത്. അവൾ ആ കണ്ണുയർത്തിയപ്പോൾ കണ്ടത് അവിടെ മീതെ പിടിച്ചിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ കൊടിയാ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കണം? ചുറ്റുമുള്ള നന്മകൾ മാത്രം കിട്ടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന മനോഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പത്രോസിനെ പോലൊക്കെ നമുക്കും പറയാൻ പറ്റണം, ദൈവമേ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മറുപടി തന്നാലും ഇല്ലെങ്കിലും, ഞങ്ങൾക്ക് വേണ്ടുന്ന വിഷയത്തിനകത്ത് വിടുതൽ കിട്ടിയാലും ഇല്ലെങ്കിലും അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ എങ്ങും പോകത്തില്ല എന്ന് പത്രോസിനോട് ചേർന്ന് നിന്ന് പറയുവാനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ആ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അത്രയും സ്നേഹത്തോട്, ഒത്തിരി ആഴമേറിയ സ്നേഹത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ കയറി വരുവാൻ ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുന്നിലൊന്നും ഇനി ഒത്തിരി സമയമൊന്നുമില്ല. ആ സ്നേഹബന്ധത്തിൽ ഇച്ചിരൂടെ ദൈവത്തോട് അടുക്കുവാനൊക്കെ ദൈവം ഇച്ചിരും കൂടെ സമയം നമുക്ക് തന്നപ്പം അതൊക്കെ യൂസ് ചെയ്യുവാൻ ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. അപ്പം പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു, ആ സ്ത്രീ കണ്ണുയർത്തി, അവൾ കണ്ടു അവിടെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അവൾക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് അവളെ സ്നേഹിച്ച സ്നേഹം നിമിത്തം ചില ഇടങ്ങളിലൊക്കെ കയറി ചെല്ലുവാനുള്ള അധികാരം അവർക്ക് ദൈവം കൊടുത്തു. പുതിയ നിയമത്തിൽ വരുമ്പം അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 16. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുള്ളത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, താൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് താൻ സ്നാനമേറ്റു. ആ സ്നാനമേറ്റ ആ മൊമെൻറ്റിൽ നടന്നൊരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗം തുറന്നു. ക്രിസ്തു കണ്ണുയർത്തി കണ്ടപ്പം ആ തുറന്ന സ്വർഗത്തെയാണ് യേശു ക്രിസ്തു അവിടെ കണ്ടത്. എന്താണ് ആ തുറന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ബൈബിൾ പഠിക്കുന്ന നമുക്കൊക്കെ അറിയാം, പഴയ നിയമം കഴിഞ്ഞ് ഒരു 400 വർഷം വരെ ഒരു ഡാർക്ക് പീരിയഡ് ആയിരുന്നു. ഒരു പ്രവാചക ശബ്ദവും മുഴങ്ങാത്ത ഒരു 400 വർഷം ദൈവം ജനത്തോട് പ്രവാചകന്മാരിൽ കൂടെ ജനത്തോട് സംസാരിക്കാത്ത ഒരു 400 വർഷം. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഓർത്തേനെ, ദൈവമേ നീ ഞങ്ങളെ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കേണ്ടുന്ന ഒരു കാലഘട്ടം, ഒരു സൈലന്റ് പീരിയഡ് ആയിരുന്നു ആ 400 വർഷം. എന്നാൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അയച്ചപ്പം ആ ക്രിസ്തു ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചപ്പം വാക്യം എങ്ങനെ പറയുന്നു, അവിടെ സ്വർഗം തുറന്നു. ആ തുറന്ന സ്വർഗത്തിൻ്റെ പ്രത്യേകത, ആ 400 വർഷം അടഞ്ഞിരുന്ന പ്രവാചക ശബ്ദങ്ങളൊക്കെ അന്നത്തെ ദിവസം സ്നാനത്തിങ്കൽ തുറന്നു. അവിടെ നിന്നൊരു പുതിയ ശുശ്രൂഷ തുടങ്ങി. അവിടെ നിന്ന് പല പ്രവചന ശബ്ദങ്ങൾ മുഴങ്ങി. അവിടെ നിന്ന് ഒത്തിരി അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കുറേയൊക്കെ നിന്നിരുന്ന പല കാര്യങ്ങളും ആ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ പിന്നെയും സ്റ്റാർട്ടായി. ആ ഒരു തുറന്ന സ്വർഗം ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിൻ്റെ സാക്ഷ്യം മാത്രമല്ല, അത് യോഹന്നാൻ സ്നാപകന് ഒരു ബലം കൂടായിരുന്നു. എന്താണെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ കേട്ട ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തെ അനുസരിച്ച് അവൻ പലതും ചെയ്തു, പലതും പ്രവർത്തിച്ചു, പല ഇടങ്ങളിലും ദൈവത്തിൻ്റെ ശബ്ദമായി അവൻ നിന്നു. എന്നാൽ അവന് വേണ്ടുന്ന ഒരു കൺഫർമേഷൻ ആയിരുന്നു അന്ന് തുറന്ന സ്വർഗം.
അപ്പൊ തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകത, യേശു ക്രിസ്തു കണ്ണുയർത്തി നോക്കിയപ്പോൾ കണ്ടത് തുറന്ന സ്വർഗം. ഈ തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകത ദൈവവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ, ഒരു ഡയറക്റ്റ് ബന്ധം നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ശൂലേമിയായ സ്ത്രീ കണ്ണുയർത്തി നോക്കിയപ്പം അവിടെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹം എന്ന് അവൾ കണ്ടതുപോലെ ക്രിസ്തു കണ്ണുയർത്തിയപ്പം താൻ കണ്ടതിനെ സ്നേഹിക്കുന്ന ഒരു പിതാവ്, ആ പിതാവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുമ്പം എനിക്ക് വേണ്ടി തുറന്നൊരു സ്വർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ കൂടെ ദൈവത്തിന് ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. അപ്പൊ ഈ തുറന്ന സ്വർഗവും നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടിയും ഒക്കെ കാണിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. മനസ്സിലായോ? നമ്മളൊക്കെ വിശ്വാസികൾ എന്ന ലേബലിൽ നമ്മളൊക്കെ ഒതുങ്ങി നിൽക്കുമ്പം വിശ്വാസികളായിട്ട് മാത്രം നിൽക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനകത്തും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എത്രയധികം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, അതാണ് ഈ തുറന്ന സ്വർഗവും നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടിയും ഒക്കെ റീപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ റീപ്രസെന്റേഷൻ, അതാണ് നമ്മുടെ ഐഡന്റിറ്റി, അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ലോകത്തിൽ എത്ര ദുഃഖങ്ങൾ ഏറുമ്പോഴും നമ്മളൊക്കെ നിന്നു പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമാണ്. ഞാൻ കണ്ണുയർത്തുമ്പോൾ ഞാൻ കാണുന്ന ഒരു തുറന്ന സ്വർഗമാണ്. എനിക്ക് വേണ്ടി ചലിക്കുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നുള്ള ഉറപ്പിലും ധൈര്യത്തിലുമാണ് എല്ലാ പ്രതിസന്ധികളെയും നമ്മളൊക്കെ നേരിടുന്നത്, അല്ലയോ? അപ്പം ഈ ഒരു തുറന്ന സ്വർഗവും ഈ ഒരു കൊടിയും ഒക്കെ കാണിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനത്തെ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് അടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നല്ല, പല പ്രത്യേകതകളുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 8 വേഴ്സ് 22. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോഷൻ ദേശത്ത് അന്ന് ഞാൻ നായിച്ച വരാതെ വേർതിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 9:4 ഇപ്രകാരം തന്നെ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു വ്യത്യാസം, ഒരു വേർതിരിവ് ഞാൻ അവിടെ കാണിക്കും എന്ന് ദൈവം പറയുന്ന ഒരു വാക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആര് തമ്മിലായി വേർതിരിവ് കാണിക്കുന്നതെന്നറിയാമോ? ഇസ്രായേൽ മക്കള്, ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്ന ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കള് ദൈവഹിതപ്രകാരം അവർ മിസ്രൈമിൽ ചെന്നപ്പം മിസ്രൈമിൽ അവർക്ക് പാർക്കുവാൻ കൊടുത്തൊരു സ്ഥലമാണ് ഗോഷൻ ദേശം. നമ്മൾ ഈ മാപ്പൊക്കെ നോക്കുമ്പം മിസ്രൈമിൻ്റെ ഒരു പാർട്ടാണ് ഈ ഗോഷൻ ദേശം. ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെ അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ ഗോഷൻ ദേശം. ഈ മിസ്രൈമിൽ പോകുന്ന അതേ നദിയാണ് ഗോഷൻ ദേശത്തോടും ഒഴുകുന്നത്. എന്ന് വെച്ചാൽ ഈ മിസ്രൈമിയർ കുടിക്കുന്ന അതേ വെള്ളത്തിൻ്റെ സോഴ്സ് തന്നെയാണ് ഗോഷൻ ദേശത്തും. അതേ വെള്ളത്തിൻ്റെ സോഴ്സ് ആണ് അവിടെയും കൂടെ പോകുന്നത്. അതേ ആകാശത്തിന്റെ കീഴിലാണ് ഈ ഇസ്രായേൽ മക്കളും ഗോഷൻ ദേശത്ത് പാർക്കുന്നത്. മിസ്രൈമിൽ അടിക്കുന്ന അതേ കാറ്റാണ് ഈ ഗോഷൻ ദേശത്തിലും അടിക്കുന്നത്. എന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പം ആ മിസ്രൈമിയരുടെ അതേ അറ്റ്മോസ്ഫിയറിലും അതേ സിറ്റുവേഷനിലുമാണ് ഈ ഗോഷൻ ദേശത്ത് പാർക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം അനുഭവിക്കുന്നതും. എന്നാൽ പുറപ്പാടിന്റെ പുസ്തകം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവം തന്നെ ന്യായവിധി അയച്ചപ്പം, പല ബാധകളും മിസ്രൈമിയർക്ക് അയച്ചപ്പം വാക്യം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ദൈവം പറഞ്ഞു, ഈ ബാധയൊന്നും എൻ്റെ ജനത്തിനെ ടച്ച് ചെയ്യത്തില്ല, അവർ തമ്മിൽ ഒരു വേർതിരിവ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ അത് സാധിക്കുന്നത്? മിസ്രൈമിയർ കുടിക്കുന്ന അതേ വെള്ളം എന്നാൽ അവർക്കത് രക്തമായി തീരുമ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാതെ, അവിടെ മൃഗങ്ങളൊക്കെ അഫക്റ്റ് ആകുമ്പോഴും ദൈവത്തിൻ്റെ ജനത്തിന് അതൊന്നും അഫക്റ്റ് ആകാതെ ഓരോ ബാധകളും മിസ്രൈമിയരെ വന്ന് ടച്ച് ചെയ്യുമ്പോഴും ദൈവജനത്തിനൊരു പ്രൊട്ടക്ഷനായിട്ട് അതവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നുള്ളൊരു ഒരു കൺസിഡറേഷൻ കൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ആ ദേശത്ത് പാർക്കുമ്പോഴും അവർക്ക് ചുറ്റിനും നടക്കുന്നതൊന്നും അവരെ എഫക്റ്റ് ചെയ്യാതെ നിന്നത് വേറൊന്നും കൊണ്ടല്ല. അവരുടെ ക്വാളിഫിക്കേഷൻ ഇതാണ്: അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനം. അവരിൽ വലിയ ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ ഉണ്ടായിട്ടൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമായിരുന്നു. അബ്രഹാമിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ദൈവമായിട്ട് സംസാരിച്ച് ദൈവം എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ നോക്കി പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാമിന് ദൈവം കൊടുത്തൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ നിൽക്കുമ്പം അബ്രഹാമിൻ്റെ
സന്തതികളിൽ അല്ലെ ആ ഒരു ജനറേഷനിൽ വരുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു കൺസിഡറേഷൻ, ഒരു പ്രൊട്ടക്ഷൻ അവിടെ നമുക്ക് കാണുവാൻ പറ്റും. അതാണ് ആ ഗോഷൻ ദേശത്തിൻ്റെ പ്രത്യേകത. അവർ കണ്ണുയർത്തി കണ്ടപ്പം മിസ്രൈമ്യർക്ക് വരുന്ന ആപത്തൊന്നും ഞങ്ങളെ ഏശുന്നില്ല. അത് കണ്ട് അവർക്ക് അഹങ്കരിക്കുവാനൊന്നുമില്ല. അവർക്കറിയാം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ നിവർത്തി ഞങ്ങളിലൂടെ ഞങ്ങൾ ഇന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അവരായിരുന്നതൊക്കെ ഈ ലോകത്തിലെ ജനങ്ങളൊക്കെ അനുഭവിക്കുന്നതൊക്കെ തന്നെയാണ് ചുറ്റിനും അവരെ കണ്ടത്. എന്നാൽ ആ ജനത്തിനെ അതൊന്നും അഫക്റ്റ് ചെയ്യാതെ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. വേറൊരു വാക്യം കൂടെ നിങ്ങളുടെ മുൻപിലോട്ട് വെക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം തന്നെ 14-ാമത്തെ അധ്യായം, അതിൻ്റെ 19-20 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും മുൻപിൽ നിന്നും മാറി അവരുടെ പിന്നിൽ പോയി നിന്നു. നോക്കിയേ, ഇസ്രായേൽ മക്കള് അവർ മിസ്രൈമിലായിരുന്നപ്പം ആ മിസ്രൈമിൽ നിന്ന് ദൈവം ഒത്തിരി അത്ഭുതങ്ങളെ ചെയ്ത് അവരെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവന്നു. അവർ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് പുറത്തു വന്നപ്പോൾ മുൻപിൽ അവർ കാണുന്നത് ഒരു ചെങ്കടല. മുൻപോട്ട് പോകാൻ ഒരു വഴിയും കാണാതെ അവർ നിൽക്കുന്നു. പിറകിൽ നോക്കുമ്പം ഫറവോന്റെ സൈന്യം അവരെ നശിപ്പിക്കുവാനായിട്ട് ബലത്തോടെ അവിടെ വരുന്നു. ആ പോയിന്റ്സിൽ അവർ നിൽക്കുമ്പം അതിൻ്റെ 10-ാമത്തെ വാക്യമൊക്കെ ഇങ്ങനെ വായിക്കുന്നു: അവരൊത്തിരി കരഞ്ഞു, ദൈവമേ ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ മിസ്രൈമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തിയതെന്നൊക്കെ അവർ ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർ മറന്നുപോയി മിസ്രൈമിയർക്ക് വന്ന ബാധയൊന്നും അവരെ അഫക്റ്റ് ചെയ്യാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ദൈവത്തിനൊരു കരുണ ഉണ്ടായിരുന്നു. സംഹാര ദൂതനൊക്കെ ആ മിസ്രൈം ദേശം മുഴുവൻ നശിപ്പിച്ചപ്പോഴും ഇസ്രായേൽ മക്കളുടെ ഭവനത്തിനകത്ത് ഒരു കണ്ണുനീർ ഉയരാതെ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതൊക്കെ മറന്ന് ചെങ്കടലിന് മുൻപിൽ നിൽക്കുമ്പോൾ ആ ജനം കരയുക, നിലവിളിക്കുക, ദൈവമേ ഞങ്ങൾ ഇപ്പം ഇവിടെ തീരും എന്ന്. അവിടെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവത്തിന്റെ ദൂതൻ അവർക്ക് മുൻപേ ഉണ്ടായിരുന്നു, മേഘസ്തംഭം അവർക്ക് മുൻപേ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ഈ ചെങ്കടലിന് മുൻപിൽ വന്ന് നിന്നപ്പം ഫറവോന്റെ സൈന്യം അവരെ പുറകിൽ നിന്ന് വന്ന് അവരെ ഇപ്പം മുക്കിക്കളയും എന്നൊക്കെ പറഞ്ഞ് അവരെ ഇപ്പം കീഴ്പ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തിക്കൊണ്ട് നിന്നപ്പം ദൈവത്തിന്റെ ദൂതൻ മുൻപിൽ നിന്നൊന്ന് മാറി അവരുടെ പുറകിൽ പോയി നിന്നു. ആ മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി അവൾക്ക് പിൻപിൽ പോയി നിന്നു. എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഒത്തിരി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ മേഘസ്തംഭം വരുന്ന ഫറവോന്റെ സൈന്യത്തിന് അതൊരു മേഘമായിട്ടും അതൊരു ഇരുട്ടായിട്ടും തീർന്നപ്പം അവർക്ക് മുൻപിൽ വഴിയൊക്കെ അങ്ങ് മൂടിക്കളഞ്ഞപ്പം ദൈവജനത്തിന് മുൻപിൽ അവർ കണ്ടത് വേറൊന്നുമല്ല, നല്ല രാത്രിയിലും അവർ കാണുന്ന നല്ല പകല് പോലത്തെ വെളിച്ചം. ആ മേഘസ്തംഭം അവർക്ക് വെളിച്ചമായി തീർന്നപ്പം മിസ്രൈമിന്റെ സൈന്യത്തിന് അതൊരു ഇരുളായി തീർന്നു. നോക്കിയേ, ദൈവജനത്തിന്റെ പ്രത്യേകത കണ്ടോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രത്യേകത കണ്ടോ? നാം ആയിരിക്കുന്ന ആ സിറ്റുവേഷനിൽ ലോകപ്രകാരം നമ്മൾ നോക്കുമ്പം ആ ഫറവോന്റെ സൈന്യം അനുഭവിച്ച അതേ ആകാശത്തിന്റെ കീഴിലും അതേ കാറ്റടിക്കുന്ന ഇടങ്ങളിലും അതേ നാച്ചുറലായിട്ട് നോക്കുന്ന എല്ലാ കണ്ടീഷനിലുമാണ് ഇസ്രായേൽ മക്കളും നിന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത, അവർ ദൈവത്തിന്റെ സ്വന്തം ജനം. ഒറ്റ ഒരു കൺസിഡറേഷൻ കാരണം അവർക്കൊരു പ്രൊട്ടക്ഷൻ. എങ്ങനെ? ദൈവത്തിന്റെ ദൂതൻ അവരുടെ പിറകിൽ പോയി നിന്നു. ഫറവോന്റെ സൈന്യം അവരോട് അടുക്കാതെ ഒരു വലിയ ബൗണ്ടറി ദൈവം അവിടെ ക്രിയേറ്റ് ചെയ്തു. ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ ദൈവം അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്തുവാ ഇതിൻ്റെയൊക്കെ കാരണം? വേറൊന്നുമല്ല, അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പം ഏത് സിറ്റുവേഷനും, ലോകം നോക്കുന്ന ഏത് സിറ്റുവേഷനും, നാം അതേ സിറ്റുവേഷനിൽ കൂടെ പോയാലും നമുക്ക് വേണ്ടി ആ സിറ്റുവേഷനകത്തൊക്കെ ലോകം കാണാത്ത ചിലതൊക്കെ നമ്മൾ കാണും. നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കുമ്പം ലോകം കാണാത്തത് ചിലതൊക്കെ നമ്മൾ കാണും. ലോകത്തിന് ഇരുട്ടും മറഞ്ഞുമായിരിക്കുന്നത് ചിലതൊക്കെ നമുക്കത് വെളിച്ചമായി തീരും. ലോകത്തിനൊരു വഴി കാണുന്നില്ല എന്ന് തോന്നുന്ന ഇടത്തൊക്കെ നമുക്ക് വേണ്ടി ചെങ്കടലൊക്കെ പിളർന്ന് പുതുവഴികളെ ദൈവം തുറക്കും. ഇതാണ് തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകത. ഇതാണ് നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടിയുടെ പ്രത്യേകത. നാം സാധാരണ ആൾക്കാരെങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അസാധാരണമായ വൻ കാര്യങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് എലീഷ ഇങ്ങനെ പറയുന്നു. എലീഷ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എലീഷ കാണുന്നു ചുറ്റും നിൽക്കുന്ന ഒരു സൈന്യമുണ്ട്. ആ സൈന്യത്തെ കണ്ട് എലീഷ പേടിച്ചില്ല. എന്നാൽ എലീഷയുടെ ദാസൻ
ദാസൻ ആ സൈന്യത്തെ കണ്ടപ്പോൾ ഒത്തിരി പേടിച്ചു പോയി. എലീശയോട് ചോദിക്കുക, ദൈവദാസനെ നമുക്ക് ചുറ്റിനും ശത്രുവിന്റെ സൈന്യം പാളയം ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എലീശ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറക്കുക, ഇവൻ ചിലതൊക്കെ ഒന്ന് കാണട്ടെ. അതിന്റെ പ്രത്യേകത എന്തുവാ? ഒരേ സിറ്റുവേഷനിൽ നിൽക്കുന്ന രണ്ടുപേര്, അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ കാര്യമാണ് കാണുന്നത്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവൻ ചിലതൊക്കെ പ്രത്യേകമായിട്ട് കാണും. സിറ്റുവേഷൻ ഒന്നെങ്കിലും അവൻ ചിലതൊക്കെ, ലോകം കാണാത്ത ചിലതൊക്കെ കാണും. ലോകം കാണാത്ത വഴികളൊക്കെ അവന് വേണ്ടി തുറന്നു വരുന്നത് അവൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണും. ലോകത്തിന് അനുഭവിക്കാൻ പറ്റാത്ത സ്വസ്ഥതയും സമാധാനവും ശത്രുവിൻ്റെ മുൻപിലും അനുഭവിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവര്. എലീശ ഇങ്ങനെ പറയുന്നു, നമുക്ക് ചുറ്റിനും ഈ സൈന്യമുണ്ടെങ്കിലും അതൊന്നും സാരമില്ല, അതിലും വലിയ സൈന്യം നമുക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ചുറ്റിനുമുണ്ട്. നോക്കിയ പ്രത്യേകത കണ്ടോ? ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ ഇരിക്കുന്നത്. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എത്രയോ ബൈബിൾ മുഴുവൻ നമ്മൾ എടുത്തു നോക്കുമ്പം ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ വൻ കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ മക്കളൊക്കെ മരുഭൂമിയിൽ ക്ഷീണിച്ചു പോയപ്പം അവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ കിളിവാതിലൊക്കെ തുറന്ന് മന്നായൊക്കെ ദൈവം കൊടുത്ത് അവർക്ക് തൃപ്തിപ്പെടുന്നത് പോലെ അവർക്കൊക്കെ വേണ്ടുന്ന അത്രയും ദൈവം അവർക്ക് കൊടുത്തു. അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരുതൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വർഷം അവർ മരുഭൂമിയിൽ കൂടെ നടന്നപ്പം അവരുടെ ചെരുപ്പിനൊന്നും ഒരു വ്യത്യാസവും വരാതെ, അവരുടെ വസ്ത്രങ്ങൾക്കൊന്നും വ്യത്യാസമൊന്നും വരാതെ അവരുടെ ആവശ്യങ്ങളെ ദൈവം അവർക്ക് ഫുൾഫിൽ ചെയ്തു കൊടുത്തു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാം നിന്നതുകൊണ്ട് അബ്രഹാമിനോടുള്ള വാഗ്ദത്ത പ്രകാരം തൻ്റെ ജനറേഷനിൽ വരുന്നത് എല്ലാവരെയും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി സ്വർഗം തുറന്ന് ചിലതൊക്കെ ചെയ്യും. ഇതെല്ലാം നമ്മൾ വായിച്ചത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലയോ? പുതിയ നിയമത്തിൽ വരുമ്പം നമുക്കറിയാം, ശിഷ്യന്മാർ എത്രയോ അധികം പേര് കാരാഗ്രഹത്തിനകത്തൊക്കെ അടഞ്ഞു കിടന്നപ്പോഴും, പത്രോസിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നു, കാരാഗ്രഹത്തിനകത്ത് അടഞ്ഞു കിടന്നു. ചുറ്റും നോക്കുമ്പോൾ കെട്ടി ഇരിക്കുന്ന ഒരു ജയില് മാത്രം, കാരാഗ്രഹം മാത്രം. ചുറ്റിനും പത്രോസ് ഒറ്റയ്ക്കൊന്നുമല്ല, ഓരോ സെല്ലിനകത്ത് ഓരോ ക്രിമിനൽസ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഒരേ അനുഭവത്തിൽ നിൽക്കുമ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന പത്രോസിനറിയാം, തുറന്ന സ്വർഗത്തിന് കീഴിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് ഈ ജയിലിനൊന്നും എന്നെ മൂടി വെക്കുവാൻ കഴിയത്തില്ല. എൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന ശക്തിയെ, ആത്മാവിൻ്റെ പകർച്ചയെ ഇതിനൊന്നും മൂടി വെക്കുവാൻ ഒക്കത്തില്ല. ഞാൻ ഇതിനകത്ത് ഒതുങ്ങി തീരത്തില്ല. എന്നോടുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിറവേറ്റും. ആ പത്രോസിന് വേണ്ടി ഒരു ദൂതനെ ഇറക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നാം ഒക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ബന്ധം ദൈവവുമായിട്ട് എന്തെന്ന് ഈ സമയം നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ. നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് ഡിഫൈൻ ചെയ്യും നാം ആയിരിക്കുന്ന സിറ്റുവേഷൻ. ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവദൂതന്മാരുടെ കാവലുണ്ട്. അല്ലെങ്കിൽ ഒറ്റ ദൂതൻ മതി നമ്മളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ. വചനം ഇങ്ങനെ പഴയ നിയമമൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒറ്റ ദൂതൻ മതി ആയിരക്കണക്കിന് ആൾക്കാരെയൊക്കെ നശിപ്പിക്കുവാൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഒറ്റ ദൂതൻ മതി നമ്മളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും. നമുക്കൊക്കെ ഹെവൻലി പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്നും ഇങ്ങനെയൊക്കെ നമ്മുടെ സിറ്റുവേഷനൊക്കെ ലോകപ്രകാരം നോക്കുമ്പം എല്ലാവരും പോകുന്ന അതേ സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ പോയാലും നമ്മുടെ പ്രത്യേകത ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട്, നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായതുകൊണ്ട് ഇതിനകത്തൊന്നും തകർന്നു പോകുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. അതിനകത്തും ചിലതൊക്കെ അസാധാരണമായതൊക്കെ കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു. അതുകൊണ്ടാണ് ഇന്നും പട്ടുപോകാതെ ദൈവം നമ്മളൊക്കെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മളൊന്നും സാധാരണക്കാരല്ല. നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ സ്നേഹത്തിന്റെ കൊടി കീഴിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് ഇതിനു മുൻപ് പ്രസംഗിച്ച ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ അതേ ഭാഗം നമ്മുടെ റെസ്പോൺസും അത് തന്നെ ആയിരിക്കണം. ദൈവം നമ്മളെ സ്നേഹിച്ച രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കുവാൻ, അന്യോന്യം കരുതുന്നവരായിരിക്കുവാൻ, അവരായിരിക്കുന്ന സിറ്റുവേഷനെ നോക്കി സാരമില്ലെന്ന് പറഞ്ഞു പോകുവാനൊന്നുമല്ല, അവർക്കൊരാശ്വാസമാകുവാൻ, അവർക്കൊരു ധൈര്യമാകുവാൻ, അവർക്കൊരു ബലമാകുവാൻ ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. കാരണം ക്രിസ്തുവിൻ്റെ റീപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമ്മളെയൊക്കെ ഓരോ ഇടങ്ങളിലാക്കിയിരിക്കുമ്പം ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവമുള്ളവരായിരിക്കുവാൻ നമ്മളെക്കുറിച്ചൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് ഒരു അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മളെയൊക്കെ ദൈവം കരം പിടിച്ച് ഉയർത്തിയെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായതുകൊണ്ട് ദൈവം നമ്മളെയൊക്കെ സ്നേഹിച്ചു എങ്കിൽ
ഇന്ന് സന്ധ്യാസമയം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, അതേ സ്നേഹത്തിൽ മറ്റുള്ളവരെ കരുതുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പലപ്പോഴും നമുക്കൊക്കെ പറ്റാത്തൊരു കാര്യം അതാണ്. വിശ്വാസികൾ എന്ന ലേബലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാനോ നമുക്കൊന്ന് സഹിക്കുവാനോ ഉള്ള കൃപയൊന്നും ഈ ദിവസങ്ങളിലൊക്കെ കുറഞ്ഞു വരുന്നതാ വിശ്വാസ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്ഷമിക്കുവാനുള്ള മനസ്സില്ലാത്തതാ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നത്. എന്നാൽ ദൈവം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവമുള്ളവരായി തീരുവാൻ. നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമെങ്കിൽ മറ്റുള്ളവരെയും അതേ കൊടി കീഴിൽ സ്നേഹത്തോടെ കരുതി ചേർക്കുവാനൊക്കെ ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നു. യോസേഫിനെയൊക്കെ നോക്കുമ്പം തൻ്റെ സഹോദരന്മാരും തൻ്റെ ഫാമിലിയും ഒക്കെ തന്നെ ഉപേക്ഷിച്ചു. ഒറ്റപ്പെട്ടു പോയ നിമിഷത്തിലൊക്കെ യോസേഫിനറിയാം, എന്നെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ട്. അത് മാനുഷികമായ സ്നേഹമല്ല, അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ കീഴിലായിരുന്നു യോസേഫ്. പിന്നത്തേതിൽ തനിക്കൊരു അവസരം കിട്ടിയപ്പം ഇതിനൊന്നും പകരം വീട്ടാൻ നിന്നില്ല. തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പം ഏറ്റവും സ്നേഹത്തോടെ അവരെയൊക്കെ കരുതുന്ന ഒരു യോസേഫിനെ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. ചിലതൊക്കെ നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാ. നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമെങ്കിൽ ആ കൊടിക്കീഴിൽ നിൽക്കുമ്പം നമ്മുടെ പാപങ്ങളെ ഒക്കെ ക്ഷമിച്ചൊരു ദൈവമുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതൊക്കെ ക്ഷമിക്കുവാനുള്ളൊരു ഹൃദയം, അതിനുള്ള മനസ്സ് ദൈവ ഈ ദിവസങ്ങളിൽ നമുക്ക് തരട്ടെ. അതൊക്കെ പ്രസംഗിക്കാൻ ഒത്തിരി എളുപ്പമാണ്. എന്നാൽ അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുവാനും അങ്ങനെയൊക്കെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുവാനും നമുക്കൊക്കെ പാടാം. എന്നാൽ ഈ ദിവസങ്ങളിൽ അതിനുള്ള കൃപകളൊക്കെ ദൈവത്തോട് ചോദിച്ചു മേടിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അപ്പൊ തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകതയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരുടെ പ്രത്യേകതയുമാണ് നമ്മൾ വായിച്ചു കേട്ട കാര്യങ്ങളൊക്കെ. അതൊക്കെ ഭൗതികമായ നിലകളിൽ അല്ലെങ്കിൽ ഈ ലോകപ്രകാരം നോക്കുമ്പം ചില അത്ഭുതങ്ങളും അടയാളമായിട്ടും ഒക്കെ നമ്മളവിടെ കാണുന്നു. എന്തുവാ, മറ്റുള്ളവർ അനുഭവിക്കുന്ന അതേ സിറ്റുവേഷനിൽ ദൈവത്തിന്റെ ജനം നിൽക്കുമ്പം അവർ മറ്റുള്ളവർ അനുഭവിക്കുന്ന അതേ പ്രോബ്ലം അല്ല, അവർ വ്യത്യസ്തമായിട്ട് ചിലതൊക്കെ കാണുന്നു. അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അവർ കാണുന്നു. ദൈവദൂതന്മാർ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നതൊക്കെ അവർ കാണുന്നു. ഇതാണ് തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകത. ഇത് മാത്രമല്ല, പുതിയ നിയമത്തിലോട്ടൊക്കെ വരുമ്പം, പുതിയ നിയമം മാത്രമല്ല ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ആത്മീകമായിട്ട് നമ്മൾ നോക്കുമ്പം ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്തുവാണെന്ന് അറിയാമോ? എസെക്കിയേലിന്റെ പുസ്തകത്തിനകത്ത് ആദ്യത്തെ അധ്യായത്തിനകത്ത് ആദ്യത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഞാൻ കണ്ണുയർത്തി നോക്കി തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പം ഞാൻ ചില ദർശനങ്ങളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. തുറന്ന സ്വർഗത്തിൻ്റെ അടുത്ത പ്രത്യേകത, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാണേണ്ടുന്ന ഒരു പ്രത്യേകതയാണ്, നാം കണ്ണുയർത്തുമ്പോഴും നമ്മളൊന്ന് കണ്ണുയർത്തി നോക്കുമ്പോഴും നാം കാണേണ്ടത് ബാക്കി ഒന്നും ആകരുത്, ചുറ്റിനുമുള്ളതൊന്നും ആകരുത്. ദൈവം ഞങ്ങൾക്ക് കിട്ടേണ്ട നന്മ കിട്ടിയില്ല, ഞങ്ങൾ ഇത്രയും വർഷമായിട്ടും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരം കിട്ടിയില്ല, ഞങ്ങൾ ഉപവസിച്ചിട്ടും ഈ ഒരു വിഷയത്തിനകത്ത് വിടുതൽ കിട്ടിയില്ല, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ ദൈവ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒന്ന് വിട്ടിട്ട് കണ്ണുയർത്തുമ്പം നമ്മൾ കാണേണ്ടത് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു സ്വർഗമായിരിക്കണം. ആ സ്വർഗത്തിന് കീഴിൽ നാം ആയിരിക്കുമ്പം ലോകം കാണാത്ത ചില ആത്മീക കാര്യങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് തന്നെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആത്മീക വരങ്ങൾക്കായി വാഞ്ചിപ്പീൻ എന്നുള്ള ഒരു വാക്യമുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഇഷ്ടം അതൊക്കെയാണ്. ഈ ലോകത്തിൽ കാണുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തിന് കാണാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ചിലതൊക്കെ നാം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം. അതിനകത്ത് വരുന്ന ഒരു കാറ്റഗറി മാത്രമാണ് തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ വെളിപ്പെട്ട് വരുന്ന ദർശനങ്ങൾ. അത് കണ്ടത് എസെക്കിയേൽ കണ്ടു, ദാനിയേൽ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ പല ദർശനങ്ങൾ കണ്ടു. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ യോഹന്നാനെ നമുക്ക് അവിടെ കാണാം, താൻ പത്മോസിന്റെ ദ്വീപിലായിരുന്നപ്പോഴും പല ദർശനങ്ങൾ കണ്ടു. ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെയും പ്രത്യേകത, ഇവരൊക്കെ സ്വസ്ഥതയിൽ ഇരുന്നപ്പോഴല്ല ദർശനങ്ങളെ കണ്ടത്, അല്ലയോ? ഇവരൊക്കെ ഓരോ ബുദ്ധിമുട്ടിനകത്തിരിക്കുമ്പോഴും ഓരോ പ്രയാസത്തിനകത്തിരിക്കുമ്പോഴും അവർക്കെതിരായിട്ടുള്ള സിറ്റുവേഷൻ അകത്തിരിക്കുമ്പോഴും അവർ കണ്ണടയ്ക്കുമ്പം അവർ ആ സിറ്റുവേഷനെ ഒന്നുമല്ല നോക്കിയത്. ദാനിയേലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വായിക്കുന്നു, അവർക്കെതിരായിട്ട് രേഖ എഴുതി കഴിയുമ്പോഴും അവരൊക്കെ കണ്ണടച്ചപ്പം ദൈവമേ എനിക്കെതിരായിട്ട് രേഖ എഴുതി അങ്ങ് എന്ത് ചെയ്യുന്നൊന്നും അവർ ചോദിച്ചതായിട്ടൊന്നും നമുക്ക് കാണത്തില്ല. ദാനിയേൽ ചെയ്തു വന്നതുപോലെ അവൻ പ്രാർത്ഥനയിൽ മുട്ടുമടക്കി. എന്ന് വെച്ചാൽ ഈ ദൈവജനമൊക്കെയും ദൈവമക്കളൊക്കെ
ഒക്കെയും ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ച എല്ലാ ദൈവദാസന്മാരുടെയും പ്രത്യേകതയാണ്, അവർ കണ്ണടച്ചപ്പം അവരായിരുന്ന സിറ്റുവേഷൻ ഒന്നും അവരെ അഫക്റ്റ് ചെയ്തില്ല. അവരായിരുന്ന സിറ്റുവേഷൻ ഒക്കെ അവർക്ക് എതിരായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് എങ്കിലും അവർ കണ്ണടച്ചപ്പോൾ അവർ കണ്ടത് തുറന്ന സ്വർഗവും ആ തുറന്ന സ്വർഗത്തിൽ നിന്ന് ദൈവം കാണിക്കുന്ന ചില സ്വർഗീയമായ ദർശനങ്ങളുമാണ്. അവരുടെ പ്രത്യേകത അവർ പിന്നത്തേതിൽ വർഷങ്ങൾക്കിപ്പുറം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. യെശയ്യാവൊക്കെ ക്രിസ്തുവിന്റെ ആ വേദനയെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗമൊക്കെ വായിക്കുമ്പം യെശയ്യാവ് അത് നേരിട്ട് കണ്ട് അനുഭവിച്ചതുപോലെ യെശയ്യാവ് അതേ വേദനയോടെ യെശയ്യാവ് വാക്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പം ഇന്ന് നടക്കുന്നതും ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദാനിയേൽ എഴുതിയ കാര്യങ്ങളാണ്. എവിടെ നിന്ന് ഇതൊക്കെ സാധിച്ചു? തുറന്ന സ്വർഗത്തിന്റെ കീഴിലിരിക്കുന്ന ജനത്തിന്റെ പ്രത്യേകതയാണ്, അവരോട് ദൈവം ചിലതൊക്കെ സംസാരിക്കും, ദൈവം ചിലതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കും. ലോകം കാണുന്നത് പോലല്ല, എന്നാൽ ലോകത്തിന് മനസ്സിലാകാത്ത രീതിയിൽ ചിലതൊക്കെ അത്യുന്നതനായ ദൈവം തന്നെ മറഞ്ഞിരിക്കുന്നതൊക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുത്തത് അവരൊക്കെ എഴുതി വെച്ചത് ഇന്നും അതിൻ്റെയൊക്കെ നിവർത്തി നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളൊക്കെ കാണുന്നത്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ. യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിലായിരുന്നപ്പം തന്നെ ആ പത്മോസിന്റെ ദ്വീപിൽ വിട്ടേക്കുന്നത് വേറൊന്നിനുമല്ല, അവിടെ കിടന്ന് തന്റെ പ്രാണൻ തീരും, അവിടെ താൻ അവസാനിക്കും എന്നൊരു വിധി എഴുതിയ തന്നെ പത്മോസിന്റെ ദ്വീപിൽ വിട്ടത്. ആ ദ്വീപിന്റെ പ്രത്യേകത അവിടെ ജീവനുള്ള മനുഷ്യനായിട്ടുള്ളതൊന്നും അവിടെ ഇല്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ ചുറ്റും നോക്കുമ്പോൾ കടിച്ചു കീറാൻ റെഡി ആയിട്ട് നിൽക്കുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെയാണ്. ചുറ്റിനും നോക്കുമ്പോൾ ഇരുട്ടും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളും മാത്രമാണ്. എന്നാൽ യോഹന്നാൻ വെളിപ്പാടിന്റെ പുസ്തകം എഴുതിയപ്പം ഈ ഭീതിപ്പെടുത്തുന്ന കാര്യം ഒറ്റ ഒരു വാക്ക് പോലും ആ പത്മോസിന്റെ ദ്വീപിനെ കുറിച്ച് എഴുതിയിട്ടില്ല. താൻ എഴുതിയത് എങ്ങനെയാണ്? താൻ ആത്മവിവശതയിലായിരുന്നപ്പം താൻ കണ്ട സ്വർഗീയ ദർശനങ്ങളെ താൻ അവിടെ എഴുതി വെച്ചു. നമുക്കൊക്കെ അതിശയം തോന്നുന്ന, നമ്മളെയൊക്കെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന, ഇന്ന് നമ്മളൊക്കെ പ്രത്യാശിക്കുന്ന എത്രയോ കാര്യങ്ങൾ യോഹന്നാൻ ആ പത്മോസിന്റെ ദ്വീപിലിരുന്ന് കണ്ടതൊക്കെയും പലതും താൻ അവിടെ എഴുതി വെച്ചു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, താൻ ആയിരുന്ന സിറ്റുവേഷനിൽ ഒരു വാക്ക് പോലും താൻ അവിടെ എഴുതിയിട്ടില്ല. ഞാൻ ആയിരുന്ന ഈ സിറ്റുവേഷനിൽ ഞാൻ ഇത്രയധികം ബുദ്ധിമുട്ടി, ഞാൻ ഒറ്റപ്പെട്ടു, ഇവിടെ ഒന്നുമില്ല എന്നൊന്നും താൻ എഴുതിയില്ല. താൻ എഴുതിയത് അതിൻ്റെ നടുവിലും താൻ കണ്ണു തുറന്നപ്പോൾ കണ്ട തുറന്ന സ്വർഗവും ദൈവം കാണിച്ച ദർശനങ്ങളുമാണ് താൻ അവിടെ എഴുതി വെച്ചത്. അപ്പൊ തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകത, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവന്റെ പ്രത്യേകത, ആ സിറ്റുവേഷൻ ഒന്നും എത്ര എതിരായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനും നമ്മളെ ബാധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രതികൂലമായ സിറ്റുവേഷന് നടുവിൽ നിൽക്കുമ്പോഴും ആ സിറ്റുവേഷൻ അല്ല നമ്മുടെ ഭാവി ഡിഫൈൻ ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ ഒന്നും അല്ല നമ്മുടെ നാളെയെക്കുറിച്ച് നമുക്കൊരു ഉറപ്പ് തരുന്നത്. അല്ല, നമുക്കുള്ള ഉറപ്പും നമ്മുടെ ധൈര്യവും നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹമാണെന്നുള്ളൊരു പ്രത്യാശയും ഒരു ഉറപ്പും ഒരു ധൈര്യവുമായിരിക്കണം. ഇവിടെ തീർന്നാലും എന്നെ കൂട്ടിക്കൊണ്ട് പോകുവാൻ ദൈവം ഇനിയും വരുമെന്നുള്ള പ്രത്യാശയിലായിരിക്കണം നമ്മളൊക്കെ ജീവിക്കേണ്ടത്. കാരണം നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹമാണ്. പുതിയ നിയമത്തിൽ വരുമ്പം, അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പം ഒരു സ്തെഫാനോസിനെ നമുക്ക് കാണാം. ഒറ്റ പ്രസംഗം മാത്രം പ്രസംഗിച്ച ഒരു വ്യക്തി, എന്നാൽ ഏറ്റവും ബെസ്റ്റ് പ്രസംഗം പ്രസംഗിച്ച ഒരു വ്യക്തി. ആ വ്യക്തി ചുറ്റും കണ്ണ് മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പം കണ്ണൊന്ന് ചുറ്റും ഓടിച്ചു നോക്കിയാൽ താൻ കാണുന്ന എന്തുവാ? വലിയൊരു ക്രൗഡ്, തന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന വലിയൊരു ക്രൗഡ്. എല്ലാവരുടെയും കയ്യിൽ ഓരോ കല്ലുണ്ട്, ഇപ്പൊ കല്ലെറിയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹം. എന്നാൽ സ്തെഫാനോസ് കണ്ണടച്ചപ്പം, തലയ്ക്ക് കണ്ണു തുറന്നപ്പം താൻ ഈ ജനത്തെ ഒന്നുമല്ല കണ്ടത്, തന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന കയ്യിൽ കല്ലുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന കൂട്ടത്തെ ഒന്നുമല്ല സ്തെഫാനോസ് കണ്ടത്. സ്തെഫാനോസ് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് തുറന്നൊരു സ്വർഗത്തെയാണ്. നോക്കിയേ, അപ്പോൾ ഒരേ സിറ്റുവേഷനിൽ പല ദൈവമക്കളുമായിരിക്കുമ്പോഴും, ജാതികളുമായിട്ടുള്ള അതേ സിറ്റുവേഷനിൽ ദൈവജനമായിരിക്കുമ്പോഴും, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവർ കണ്ണ് തുറന്നാൽ ചില പ്രത്യേകമായ കാഴ്ചകളെ അവർ കാണും. അവർ ചില ദർശനങ്ങളെ കാണും. അവർ ചിലത് ലോകത്തിന് മനസ്സിലാകാത്ത പ്രത്യേകമായ കാഴ്ചകൾ അവർ കാണും. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവം ഇറങ്ങി വന്ന് ചിലതൊക്കെ ചെയ്യുന്നത് അവർ കാണും. അവർക്ക് വേണ്ടി മാത്രം ദൂതനെ അയച്ച് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ അവർ കാണും. അവർക്ക് വേണ്ടി മാത്രം സിംഹത്തിൻ്റെ വായ അടയ്ക്കുവാൻ ദൂതനെ അയച്ചത് അവർ കാണും. അവർക്ക് വേണ്ടി മാത്രം ജയിലിൻ്റെ വാതിൽ തുറക്കുവാൻ ദൂതനെ അയച്ചത് അവർ കാണും. എത്ര ചങ്ങലം കൊണ്ട് പൂട്ടിയിട്ടാലും അവർ
ഞങ്ങൾക്കറിയാം ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പം, ഞങ്ങൾ ആരാധിക്കുമ്പം ഞങ്ങളെ വിടുവിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇതാണ് തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യാസമയം നിങ്ങളുടെ മുൻപിൽ ഞാൻ എൻ്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യുമ്പം ഞാൻ പറയട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം മറന്നു പോകാത്തതൊരു കാര്യം, നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹമാണ്. ആ കൊടിയുടെ പ്രത്യേകത നമ്മുടെ യോഗ്യത കാരണമൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹം നിമിത്തം നമുക്കൊന്നും കയറി ചെല്ലുവാൻ അർഹതയില്ലാത്ത സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മളെ കരം പിടിച്ച് കയറ്റി. നമുക്കൊന്നും പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒരു യോഗ്യതയുമില്ലാത്ത ഇടങ്ങളിൽ നമ്മുടെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായതുകൊണ്ട് മാത്രം നമ്മളെയൊക്കെ ഒത്തിരി ഇടങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ അതേ സ്നേഹത്തിൽ മറ്റുള്ളവരെയും കവർ ചെയ്യുവാൻ നമ്മൾ മറന്നു പോകരുത്. 2, നാം കണ്ണുയർത്തുമ്പം ചുറ്റിനുമുള്ളത് കണ്ട് നമ്മൾ പരിഭ്രമിക്കരുത്. നമ്മുടെ ആ ഗോളും നമ്മുടെ ആ ഡയറക്ഷനും ഒന്നും മാറിപ്പോകരുത്. നമ്മൾ കണ്ണുയർത്തുമ്പം കാണേണ്ടത് സ്നേഹത്തിൻ്റെ കൊടിയായിരിക്കണം. നമ്മൾ കണ്ണുയർത്തുമ്പോൾ കാണേണ്ടത് ക്രിസ്തുവിൻ്റെ മുന്നേ തുറന്ന സ്വർഗമായിരിക്കണം. നമ്മൾ മുട്ടുമടക്കുന്ന ഇടങ്ങളിൽ നമ്മൾ കണ്ണടയ്ക്കുമ്പം അപ്പ എന്ന് വിളിച്ചാൽ സ്വർഗം തുറന്ന് നമ്മളെ നോക്കി ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമായിരിക്കണം നമ്മളൊക്കെ അനുഭവിക്കേണ്ടത്. ഇന്ന് രാത്രി സമയം നിങ്ങളുടെ മുൻപിൽ ഇതൊക്കെ പറയുമ്പോഴും ഒത്തിരി ധൈര്യത്തോടു കൂടെ ഞാൻ പറയട്ടെ, നാം കണ്ണടയ്ക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കവർ ചെയ്ത് നമ്മളെ മൂടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മക്കള് ആ ചെങ്കടലിന് മുൻപിൽ നിൽക്കുമ്പം അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പുറകിൽ പോയി നിന്ന്, മേഘസ്തംഭം പുറകിൽ പോയി നിന്ന് അവർക്കൊരു കവറേജ് ആയതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെ സഭയായ നമുക്ക് വേണ്ടിയും ഒരു കവറേജ് ഉണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊരു കവറേജായി, നമ്മുടെ ഒരു സീലായിട്ട് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ലോകത്തിൽ നിന്ന് നമ്മളെ വ്യത്യാസമാക്കുന്നത് ഇതൊക്കെ നമ്മുടെ എന്തോ ഒരു ഗുണം കൊണ്ടോ പ്രത്യേകത കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമായതുകൊണ്ട്. അങ്ങനെയെങ്കിൽ നാം കണ്ണുയർത്തുമ്പം ആത്മീകമായിട്ടുള്ള നന്മകളും ആത്മീകമായിട്ടുള്ള ദർശനങ്ങളും ഒക്കെ കാണുന്ന ഒരു കൂട്ടമായി തീരുവാൻ, സാഹചര്യങ്ങളെ നോക്കി പേടിച്ചു പോകുന്ന ഒരു കൂട്ടമല്ല, ആ സാഹചര്യം എതിരെങ്കിലും അതിനകത്തും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടമായി തീരുവാൻ ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. നമ്മുടെ മുൻപിൽ ഇനി ഒത്തിരി അധികം സമയമൊന്നുമില്ല. നമ്മളെ തന്നെ റെഡിയാക്കി ദൈവത്തിന്റെ മണവാട്ടിയാണ് ഞാൻ എന്നുള്ള ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ നമ്മളെ തന്നെ ഒരുക്കി ഇന്നും കണ്ണടയ്ക്കുമ്പോൾ ഞാൻ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ എന്നുള്ള ധൈര്യത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇച്ചിരൂടെ അടുക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം, ദൈവമേ ആത്മീകമായി ഇച്ചിരൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇച്ചിരൂടെ ഒന്ന് അടുക്കുവാൻ, ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ആത്മീക അനുഗ്രഹങ്ങളും നന്മകളും എനിക്ക് അനുഭവിക്കണം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ ആത്മീക വരങ്ങളും കൃപകളും എനിക്കും അനുഭവിക്കണം. ഇതൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ആയിരിക്കട്ടെ നമ്മൾ വാഞ്ചിക്കുന്നത്. അതിനായി ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി സമയം എന്നെ ഇത്രയും നേരം പേഷ്യൻ്റ്ലി കേട്ട എല്ലാ ദൈവജനത്തെയും ദൈവം ഒത്തിരി അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമ്മുടെ കണ്ണ് നമുക്കൊന്ന് അടയ്ക്കാം, ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മൾ ഈ സെക്കൻഡിലും നമ്മുടെ കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, ദൈവമേ എൻ്റെ മുൻപിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, ഈ വിഷയങ്ങളൊക്കെ എന്നെ ഭീതിപ്പെടുത്തുന്നുണ്ട്, ഈ വിഷയങ്ങൾക്കൊക്കെ ഇന്നും മറുപടി കിട്ടിയിട്ടില്ല, ഇതൊന്നും കംപ്ലൈൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് കണ്ണടയ്ക്കുമ്പോൾ തുറന്ന സ്വർഗത്തിന് കീഴിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സമയവും ദൈവസന്നിധിയോട് അടുത്ത് വന്ന അപ്പ എന്ന് വിളിക്കാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയം ഞങ്ങൾ കണ്ണുയർത്തുമ്പോഴും കർത്താവ് അപ്പ എന്ന് വിളിക്കുമ്പോഴും കർത്താവ് ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞങ്ങളെ പേടിപ്പെടുത്തുന്ന ഒത്തിരി വാക്കുകളുണ്ട്, ഞങ്ങളെ മുറിവേൽപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, കർത്താവ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ചുറ്റിനുമുണ്ട്. നാളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുൻപിലുണ്ട്. എങ്കിലും ഇന്ന് രാത്രി സമയം ഞങ്ങൾ കണ്ണടയ്ക്കുമ്പം ആ തുറന്ന സ്വർഗത്തിന്റെ കീഴിലായിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം കർത്താവ് ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന ഓരോ ജനത്തിനും ദൈവം കൊടുക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ ഇടയാക്കണം. കർത്താവ് ഓരോ ഇടങ്ങളിലും ഓരോ പ്രാർത്ഥനാ മുറിയിലും മുട്ടുമടക്കി
ഒരുക്കിയിരിക്കുന്ന നിന്റെ ജനത്തെ ദൈവകാര്യത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം, ആ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങളായിരിക്കുമ്പം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവേ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത് വരുമ്പം, ഞങ്ങൾക്ക് തന്ന പുത്രത്വത്തിന്റെ അവകാശത്തിൽ തന്നെ ഞങ്ങൾ ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പം, ഇന്നും ഞങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നത് പലതുമുണ്ട് എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് തന്ന അവകാശത്തിൽ അപ്പ എന്ന് വിളിക്കുമ്പം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു സ്വർഗമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഒക്കെ അങ്ങ് ഇടയാക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അശൂലേമിയെ പോലെ കണ്ണുയർത്തുമ്പം കർത്താവ് ഈ ലോകത്തിലുള്ളതൊക്കെ കണ്ട് കർത്താവ് ഞങ്ങളുടെ കണ്ണൊന്നും മങ്ങിപ്പോകുവാനല്ല, കർത്താവ് ഈ ലോകത്തിലെ നന്മകളിലൊക്കെ ഞങ്ങളെ ഡിസ്ട്രാക്ട് ആയി പോകുവാനല്ല, ഞങ്ങൾ കണ്ണുയർത്തുമ്പോൾ ഞങ്ങളുടെ മീതെ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹമെന്ന് തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ യോഗ്യതകൾക്ക് അപ്പുറമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച നന്മകളെ ഒക്കെ ഓർക്കുവാനൊക്കെ ദൈവം അങ്ങ് ഞങ്ങളെ ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. ഇന്ന് കർത്താവ് ഞങ്ങളെ തന്നെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പം, തുറന്ന സ്വർഗത്തിന്റെ കീഴിലായിരിക്കുമ്പം, ക്രിസ്തുവിലൂടെ അങ്ങ് നിവർത്തിച്ച പല ശുശ്രൂഷകളുണ്ടല്ലോ, ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ശുശ്രൂഷകളൊന്നും മുടങ്ങിപ്പോകാതെ ഓരോ സമയങ്ങളിലും ഓരോ തലമുറകളിലും ദൈവം ഓരോ ജനത്തെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വേല ദൈവം തികച്ചുകൊണ്ട് വരുമ്പം ഈ തലമുറയിൽ ഞങ്ങളെ ചിലരെയൊക്കെ ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ തന്നെ കരത്തിന്റെ കീഴിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഗെയിൻ ചെയ്യുവാനില്ല, ഞങ്ങളുടെ പ്രോഫിറ്റിനൊന്നുമല്ല, എന്നാൽ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം ഞങ്ങളെയൊക്കെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലങ്ങളിലൊക്കെ ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു കൂട്ടമായി തീരുവാൻ, ഈ കൂട്ടത്തെ അങ്ങ് അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവർ നടത്തുന്ന ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ സ്വർഗം തന്നെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ഇതിനകത്ത് കയറുന്ന ഓരോരുത്തർക്കും അതൊരു അനുഗ്രഹമാകട്ടെ, ഒരാശ്വാസമാകട്ടെ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ഓരോരുത്തരെയും ദൈവകാര്യത്തിൽ ഏൽപ്പിക്കുന്നു. അവരെ നോക്കി കർത്താവേ, ഞാൻ എൻ്റെ ബലഹീനമായ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗം അവരെ തൊടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരെ ടച്ച് ചെയ്യുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത്, അവരെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ദൂതൻ ഈ ആഴ്ചകളിൽ അവർക്ക് വേണ്ടി ഇറങ്ങട്ടെ. അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ ദൈവദൂതൻ അവർക്ക് വേണ്ടി കാര്യങ്ങളെ അവർക്ക് വേണ്ടി നടത്തി കൊടുക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ ദൈവത്തിന്റെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ സ്വർഗം അനുഗ്രഹിക്കുന്നല്ലോ, അതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇനിയും ദൈവം ഞങ്ങൾക്കൊക്കെ തരുന്ന ആയുസ് ആരോഗ്യത്തോടും ബലത്തോടും ദൈവത്തെ ഉയർത്തി ജീവിക്കുവാൻ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ രാജ്യങ്ങളിൽ ദൈവത്തെ ഉയർത്തി ജീവിക്കുവാൻ ദൈവം അങ്ങ് ഞങ്ങളെ ഇടയാക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നവരായി തീരുവാൻ, അതേ സ്നേഹം മറ്റുള്ളവരിലും പകരുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കുമല്ലോ, അതിന് നന്ദി അർപ്പിക്കുന്നു. എല്ലാ വിഷയങ്ങളും ജീവനുള്ള യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം പേഷ്യൻ്റ്ലി എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു. ദൈവം നിങ്ങളെ ഒക്കെ ഒത്തിരി അധികം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.